താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്നത് ഏത്? ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്നത് ഏത്? സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിലെ ചെറിയ രണ്ട് വശത്തിൻ്റെ നീളങ്ങളുടെ തുക എല്ലായ്പ്പോഴും മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. നമ്മൾ ഈ 4 ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ഓപ്ഷൻ ചെറിയ രണ്ട് വശങ്ങളുടെ തുക 5, അത് മൂന്നാമത്തെ വശത്തിന് തുല്യമാണ്. അപ്പോൾ അതൊരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവായിട്ട് വരില്ല. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ 8ഉം 6ഉം 14ആണ്, അത് 15നേക്കാൾ കുറവാണ്, നമുക്ക് കൂടുതലാണ് കിട്ടേണ്ടത്, അപ്പോൾ അതും ആൻസറായിട്ട് വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ 2 2 4, 5നേക്കാൾ കുറവാണ്, അതും വരില്ല. നാലാമത്തെ ഓപ്ഷൻ 3 3 6, അത് 5നേക്കാൾ കൂടുതലാണ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ചെറിയ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ അതൊരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവായി വരികയുള്ളൂ.